കപ്പ വറുത്ത് വിളയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഉണങ്ങിയ കപ്പയാണിത്. ഇത് എണ്ണ നന്നായിട്ട് തിളച്ച ശേഷം മാത്രം അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കപ്പ വറുത്ത് കഴിയുമ്പോൾ ഹാർഡായിട്ടിരിക്കും. ഇങ്ങനെ തിളച്ച ശേഷമാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. കപ്പയെല്ലാം വറുത്തെടുത്ത് നമുക്കിനി അത് ശർക്കരയിലൊന്ന് വിളയിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ശർക്കര നമുക്ക് വെള്ളമൊഴിച്ച് ഉരുക്കി എടുക്കാം. ഇതിപ്പം ഏകദേശം നല്ലൊരു പാനി പരുവത്തിലായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് അത് കപ്പയായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടത് ഇളക്കി അത് ഇതിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശർക്കര പാനിയായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിന് പരന്ന പാത്രത്തിൽ ഇട്ട് വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. നമുക്ക് അങ്ങനെ ഒന്ന് വെച്ച ശേഷം നമുക്ക് ഉപയോഗിക്കാം.